ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ A3 ആണ് വന്നിരിക്കുന്നത്. സോ ആ A3 ക്ലിയർ ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. CEN 5/2025 അഥവാ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 31 വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലൈവ് സെഷൻസ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഈ ഒരു എക്സാമിന് ഏതെല്ലാം ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, ഇതിന്റെ ഏജ് ലിമിറ്റ് എന്താണ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതായത് നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഈ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നോക്കാൻ പോകുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ ഏത് ഏജ് ഗ്രൂപ്പ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ, നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾക്ക് വേറെ ഒരു റിലാക്സേഷനും വരുന്നില്ല. ഈ 33 വയസ്സെന്ന് പറയുന്നത് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് ആണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ അത് ചിലപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് നവംബർ 30. ഓക്കെ, നവംബർ 30-നുള്ളിലായിരിക്കണം നിങ്ങളുടെ ഏജ് 33 ക്രോസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് 30 അല്ല 33 കേട്ടോ. നിങ്ങളുടെ ഏജ് ഇപ്പം നിലവിൽ 33 ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങളുടെ ഏജ് ഒരു ഡിസംബർ ആകുമ്പോഴാണ് 33 വയസ്സാകുന്നത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. അതായത് ഈ നോട്ടിഫിക്കേഷൻ്റെ മുന്നേ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒക്ടോബർ 31 മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ആവാൻ പാടില്ല, 33 വയസ്സ് കംപ്ലീറ്റ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി 33 വയസ്സ് കംപ്ലീറ്റ് ആയാലും അപ്ലൈ ചെയ്യാം. അത് പക്ഷേ OBC കാറ്റഗറിയിലാണെങ്കിൽ മാത്രം. OBC കാറ്റഗറിയിലാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്കൊരു 3 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 36 ഏജ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് SC/ST കാറ്റഗറിയിലാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. അതായത് 18 മുതൽ 38 വയസ്സ് വരെയുള്ള SC/ST കാറ്റഗറിയിലാണ് ഈ ഒരു റിലാക്സേഷൻ. 5 വർഷത്തെ റിലാക്സേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 33 ആണ് അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. OBC ആണെങ്കിൽ 36, SC/ST ആണെങ്കിൽ 38 എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏജ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏജ് ലിമിറ്റുള്ള ആളുകളാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. മാത്രമല്ല ഈ ഏജ് ലിമിറ്റ് കഴിഞ്ഞ ആളുകളൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾക്കിത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ അല്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് റിജക്റ്റ് ആയി പോകാനാണ് ചാൻസ് ഉള്ളത്. സോ ഏജ് ലിമിറ്റ് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാം, ഇതൊരുപാട് സംശയമുള്ളൊരു പോയിന്റാണ്. അതായത് ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് എന്ന്. കാര്യം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് എന്നൊക്കെ ബ്രാഞ്ചുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ബ്രാഞ്ചിലുള്ള ആളുകൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ചില സബ് സ്ട്രീമുകൾ ഉണ്ട് അല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കലിൻ്റെ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക. നമുക്ക് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് കോഴ്സ് അതുണ്ടാവും. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അത് മെക്കാനിക്കലിൻ്റെ തന്നെ അലൈഡ് ബ്രാഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അലൈഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൽ അത് വരും. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കാര്യം ഞാൻ ഇത്തരം വീഡിയോസുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻസുകൾ വരാറുണ്ട്. അതായത് ഞങ്ങൾ പ്രൊഡക്ഷനാണ് കഴിഞ്ഞത്, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഓട്ടോമൊബൈലാണ് കഴിഞ്ഞത്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത്തരം സംശയങ്ങൾ ആദ്യമേ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ബ്രാഞ്ചുകളാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ, അതേപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബവ് ഡിസിപ്ലിന്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഏതെങ്കിലും സബ് സ്ട്രീംസ് വേറെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ മെൻഷൻ ചെയ്ത കൂടാണ്ട് തന്നെ ഏതെങ്കിലും മെക്കാനിക്കലിൻ്റെ അണ്ടറിൽ വരുന്ന സബ് സ്ട്രീംസ് ആയിട്ടുള്ള പുതിയ ഏതെങ്കിലും ബ്രാഞ്ചുകൾ, ഇപ്പോൾ പല കോളേജുകളിലും ഒരുപാട് പുതിയ ബ്രാഞ്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ ഞാനൊരു കോളേജിൽ പോയ സമയത്ത് ഒരുപാട് ബ്രാഞ്ചുകളാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള പോലെയല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് ഡാറ്റാ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചുകളാണ്. അതൊക്കെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ സബ് സ്ട്രീംസ് ആണ്. അതേപോലെ തന്നെ മെക്കാനിക്കലിൻ്റെ വേറെ ഏതെങ്കിലും ഇപ്പോൾ റോബോട്ടിക്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരാറുണ്ട്. അതൊക്കെ മെക്കാനിക്കലിൻ്റെ സബ് സ്ട്രീം ആയിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഈ ഒരു മെക്കാനിക്കൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അവിടെ അങ്ങനെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും സബ് സ്ട്രീംസിൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത്
ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഒന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് ഇവിടെയാണ്, അതായത് ഇലക്ട്രോണിക്സിന്റെ അണ്ടറിലാണ് എന്ത് വന്നിരിക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ടെക്നിക്കലി ഗവൺമെന്റ് പോസ്റ്റുകൾ കുറവാണ്, പക്ഷേങ്കിൽ റെയിൽവേയുടെ ഇലക്ട്രോണിക്സിലുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കോമ്പിനേഷൻ ഓഫ് സബ്സ്ട്രീംസ് ഓഫ് എനി ഓഫ് ദ എബോവ് ഡിസിപ്ലിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ ബ്രാഞ്ചസോ അല്ലെങ്കിൽ ഇതിൻ്റെ അലൈഡ് ബ്രാഞ്ചസോ, ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു അലൈഡ് ബ്രാഞ്ച് ആയിട്ടാണ് ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇനി സിവിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് 3 year ഡ്യൂറേഷൻ. അത് എന്താ പറയുക, ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും, ഇതൊക്കെ BTech മാത്രമല്ല കേട്ടോ, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാം. റെയിൽവേ എക്സാംസിൻ്റെ പ്രത്യേകത അതാണ് അല്ലേ, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും അതേപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. എന്നാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ അവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ബേസിക് സ്ട്രീംസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ബ്രാഞ്ചസിൽ നിങ്ങൾ ഇതിൻ്റെ സബ് സ്ട്രീംസിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി വരാൻ സാധ്യതയുള്ള അടുത്തൊരു സംശയമാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് ചില മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള എക്സാംസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, നിങ്ങൾ സ്പെക്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് കിട്ടില്ല. അതായത് ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ പോസ്റ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് നോക്കി നോക്കാം ഏതെല്ലാം മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഒന്ന് A3 കാറ്റഗറിയാണ്. ഇതിൽ പറഞ്ഞെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് ആണ്. ഡിസ്റ്റൻസ് വിഷൻ 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിയർ വിഷൻ 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. മസ്റ്റ് പാസ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മീസോപിക് വിഷൻ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. പറ്റില്ല, കാര്യം ഈ പോസ്റ്റിലേക്ക് A3 കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പെക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാം. അതിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 2D. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത് B1. ഇത് ഡിഫറെൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. റെയിൽവേയുടെ പല പോസ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഡിസൈൻ ഡ്രോയിങ്ങിലുണ്ട്, ട്രാക്ഷനിലുണ്ട്, ട്രാക്ക് ആൻഡ് മെഷീനിലുണ്ട്, അതേപോലെ തന്നെ ജനറൽ സർവീസിലുണ്ട്. അങ്ങനെ പല ഡിഫറെൻറ്റ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റുകളിലേക്കും ചില പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡും വരാറുണ്ട്. ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിൽ ഒരേ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളൂ, അത് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. എന്നാൽ ഇവിടെ ഡിഫറെൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ A3ൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റൻസ് വിഷൻ നോക്കിയ 6/9 ഓർ 6/12 മതി. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 4D. അപ്പോൾ ഇവിടെ 2D വരെയുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ 4D, നോട്ട് എക്സീഡ് 4D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയർ വിഷൻ 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. When reading or close work is required, must pass for color vision, binocular vision, night vision and mesopic vision ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ അടുത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B2 ആണ്. സോ B2 നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 4D. നിയർ വിഷൻ 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. വെൻ റീഡിംഗ് ക്ലോസ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ ബൈനോക്കുലർ വിഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടെ കളർ വിഷനോ നൈറ്റ് വിഷനോ മീസോപിക് വിഷനോ പറഞ്ഞിട്ടില്ല. ഇവിടെ ബൈനോക്കുലർ വിഷൻ മാത്രമാണ് B2 കാറ്റഗറിയിൽ. ഇതിൽ ഏറ്റവും എന്താ പറയുക മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ C1 കാറ്റഗറിയിലുള്ള പോസ്റ്റുകളാണ്. ഇപ്പോൾ C1 കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ 6/12, 6/18 with or without glass and near vision 0.6 with or without glass when reading or close work is required എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഈ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ A3, B1, B2, C1 ഈ കാറ്റഗറിയിൽ ഏതിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഈ വരാനിരിക്കുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് കിട്ടുക എന്ന് മാത്രം. ഇപ്പോൾ A3 ക്ലിയർ ആണെങ്കിൽ എല്ലാം ക്ലിയർ ആയിക്കോട്ടോ. A3 ക്ലിയർ ആണെങ്കിൽ ബാക്കി എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ B1 കഴിഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് B1, B2, B3, B2, C1 അപ്ലൈ ചെയ്യാം. ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ A3 ആണ് വന്നിരിക്കുന്നത്. സോ A3 ക്ലിയർ ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. എനിവേ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരികയാണ്. ഇപ്പോൾ ഡൗട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ ഈ ഒരു കാര്യം മാത്രമാണ്, സ്പെക്സിൻ്റെ കാര്യം മാത്രമാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി
പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ണിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും A3 കാറ്റഗറിയിലാണ് വരിക. ഇനി ആർക്കെങ്കിലും അങ്ങനെ സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. സോ എക്സാംസിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ഏജ്, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷന്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇത് 3 ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സാമിന് അപ്ലൈ ചെയ്താൽ മതി. സോ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒരുപാട് സംശയങ്ങൾ ഇതേപോലെ നമ്മൾ വീഡിയോസായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് RRB JEE എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകളെ നമുക്ക് ആ ഒരു RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളിലേക്കും ഒരു മികച്ച സർക്കാർ ജോലി എത്തിക്കുക എന്നത് ഞങ്ങളുടെ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ RRB ജൂനിയർ എഞ്ചിനീയർ ആക്കുന്നത് വരെയുള്ള ഇനീഷ്യൽ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് മുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേജ് മുതൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ അവസാനത്തെ ദിവസം നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിലെത്തുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിലും ടീം എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.